ചൂട് ചൂടുണ്ട്. ടി വി തുറന്നിട്ട് കുറയില്ലേ? ആ കൊറായി. കംപ്ലൈന്റ് വരും കേട്ടോ. ടി വി ഇടയ്ക്കൊന്ന് ചൂടായിക്കാണ്ടി. കംപ്ലൈന്റ് കുറെ പൈസ തന്നെ നന്നാക്കാനേ. ആ ചൂടാക്കിക്കൊണ്ട്.你别笑。ഇതെന്താ കാട്ടണേ? നിങ്ങൾ എന്നാ പറഞ്ഞത്? ചൂടാക്കാന് ടി വി ചൂടാക്കാന് വീട്ടിൽ കത്തിച്ചിട്ട്. അരി എത്ര ഇടണ്ടേ ചോറിന്? അരിപ്പെന്തിനാ നിനക്ക്? എന്താ ചോറക്കാൻ പോയപ്പോ തന്നെ? അമ്മ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ചോറ് വെച്ചിട്ട് കുറച്ച് കെടുക്കാലോ, അതുകൊണ്ടാണ്. ഇപ്പം ചോറൊക്കെ ഒന്നും വേണ്ട. നമുക്ക് അറിയുന്നല്ലേ ഇപ്പൊക്കെ ചൂടുള്ള ചോറും കറിയാണ് വേണ്ടെന്നുള്ളത്. ആ സമയമാകുമ്പോ വെച്ചാൽ മതി. അത്താഴത്തിലേക്ക് ഉള്ളതല്ലേ. ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചിട്ട് വെച്ചാൽ മതി. ഇപ്പൊ നമുക്കൊന്നും വേണ്ട. അല്ലമ്മ, എല്ലാരും വന്ന് ചായ ഒക്കെ കുടിച്ച് ആ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്ക് സമയം 12 മണിയാവും. പിന്നെ ഉറങ്ങാൻ തന്നെ സമയമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കെടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ചോറൊക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ വെക്കണ്ട, എന്നും ചെയ്യുന്ന മതി തന്നെ വെച്ചാൽ മതി. റമദാൻ മാസമൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ്. ഉറക്കൊക്കെ കുറച്ച് കുറയൂ. അതുകൊണ്ട് ഇപ്പൊ വെക്കൊന്നും വേണ്ട. നോമ്പ് പിടിക്കാനുള്ള വയറാണ്. ഈ പൊയ്ക്കോ, വയ്യ വെച്ചാ മതി ചോറ്. നോമ്പ് പകുതിയായില്ലേ, മക്കൾക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? മക്കൾ ഇങ്ങനെ ചോദിക്കണ്ടേ എപ്പോഴാ പോവാന്നുള്ളത്. എപ്പോഴാ പോവാ നമ്മള്? ഡ്രസ് എടുക്കണം. കുറച്ചുകൂടി പൈസ ശരിയാവാണ്ട്. പൈസ റെഡിയായിട്ട് നമുക്ക് പോവാം. എന്തായാലും ഡ്രസ് എടുക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ് എടുത്തില്ല, ഇപ്രാവശ്യമെങ്കിലും എടുക്കണം. ആടാ, എന്തായാലും എടുക്കാം കേട്ടോ. ബേജാറാവണ്ട. ഡ്രസ് എടുക്കണല്ലോ. എന്താ ചെയ്യാ? പണിയുമില്ല, പൈസയില്ല. എവിടെയൊക്കെ ചോദിച്ചോ പൈസ. ഇതെന്താ ഐസ്ക്രീമോ? എന്താ ഞാൻ കൊണ്ടുവന്നേ? നോമ്പറൊക്കെ കൊണ്ടുവന്ന പപ്പായെ അതാ മൊത്തം എന്ത് ഇപ്പൊ നോമ്പറക്കാനുള്ള കൂടെ നോമ്പൊക്കെ നമ്മുടെ സാധനം എടുത്തിട്ടാണ് ഈ മൊത്തയൊക്കെ നിൽക്കണേ. അപ്പൊ എന്തിന്റെ കേടാ? ഒരു ചെറിയ കഷ്ണം എടുക്കുമ്പോഴത്തേക്ക് പറ്റിയിട്ടാ തീർന്നോ അങ്ങോട്ടേക്ക്?